ഡിജിറ്റൽ വിപ്ലവം കയ്യിലേക്ക് എത്തിച്ച മൊബൈൽ ഫോണുകൾ ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതിൽ തന്നെ വാട്സാപ്പ് പോലെയുള്ള മെസ്സേജിംഗ് ആപ്പുകൾ ഉപയോഗിക്കാത്തവർ ചുരുക്കമായിരിക്കും. എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ഭാഗമായി മെസ്സേജിനെ പൂർണ്ണമായും ആശ്രയിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും ദേഷ്യമോ സങ്കടമോ വന്നാൽ തുറന്നു പറയാൻ മടിയുള്ളവരും നേരിട്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നവരും ടെക്സ്റ്റ് മെസ്സേജിനെ മാത്രം ആശ്രയിക്കാറുണ്ട്. മെസ്സേജ് അയക്കുന്ന വ്യക്തിയുടെ ഇമോഷനും ഇൻറ്റൻഷനും ഭൂരിഭാഗം കേസിലും അപ്പുറത്ത് ഇതേ മെസ്സേജ് റിസീവ് ചെയ്യുന്നവർക്ക് മനസ്സിലാകാറില്ല. അതുപോലെ തന്നെ തിരിച്ചും അയക്കുന്ന ആളിൻ്റെ മാനസികാവസ്ഥയോ വൈകാരിക അവസ്ഥയോ ആയിരിക്കില്ല വായിക്കുന്ന ആളിന്. ഒരാൾ വളരെ സീരിയസ് ആയി സംസാരിക്കുന്ന കാര്യം മറ്റേയാൾ ലാഘവത്തോടെ ആയിരിക്കാം എടുക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു നല്ല ബന്ധത്തിൻ്റെ അടിസ്ഥാനം കാര്യങ്ങൾ പരസ്പരം തുറന്ന് സംസാരിക്കാൻ കഴിയുക എന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഏത് തരത്തിലുള്ളതാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പങ്കാളിയും സുഹൃത്തുക്കളുമെല്ലാം തന്നെ വൈകാരികമായി നമ്മളെ താങ്ങി നിർത്തുന്നവരാണ്. ഞാൻ ഒരു പ്രശ്നം വന്ന് മെസ്സേജ് അയച്ചിട്ട് എന്നെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് പരിഭവിക്കുന്ന ആളുകളുണ്ട്. ഇത്തരം ചെറിയ വലിയ പ്രശ്നങ്ങൾ അവസാനം ചെന്നെത്തുന്നതും വിള്ളൽ വീഴ്ത്തുന്നതും മനോഹരമായ ഒരു ബന്ധത്തിനാകാം. എന്നാൽ ബന്ധങ്ങളിലുള്ള ചെറിയ വലിയ പ്രശ്നങ്ങൾ ശരിയായി മനസ്സിലാക്കാനും നിങ്ങളുടെ ആശയവിനിമയത്തെ കൂടുതൽ എഫക്റ്റീവ് ആക്കാനും ഒരു തെറാപ്പിസ്റ്റിന് കഴിയും. ഓർക്കുക, ബന്ധങ്ങൾ നിലനിൽക്കുന്നത് സ്നേഹത്തിൻ്റെ മാത്രം പുറത്തല്ല, അവ നിലനിർത്താനായുള്ള എഫേർട്ട് ആൻഡ് ടൈം കൂടി ഉണ്ടാകുമ്പോഴാണ്.